ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോളെ, വിനുവിന്റെ കാര്യം എന്തായി? അവൻ ഏത് ആക്സിഡന്റിലാ പ്രതിയായിരിക്കുന്നത്? രാജമേനോൻ സാർ മരിച്ച കാർ ആക്സിഡന്റില്. സാർ എനിക്ക് മാപ്പ് തരണം. അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു കേട്ടോ. ഇനി മാപ്പെന്നും പറഞ്ഞ് സൂചിപ്പിക്കാൻ വരല്ലേ സാഗറെ. പല തവണ തന്നെ ഞാൻ എന്റെ ഫോണിൽ നിന്ന് വിളിച്ചിരുന്നു. തന്റെ ഫോണിന് ഇൻകമിങ്ങിന് ചാർജ് ഉണ്ടോ സാഗറെ? ഇവിടെ ഫോണെങ്കിലും ഒന്നെടുക്കണ്ടേ? ഫോൺ മാനേഴ്സ് കാണിക്കണ്ടേ? അത് പിന്നെ പലവിധ അസൗകര്യങ്ങളായി പോയി സാറേ. അതെ, മുൻ MLA കുറുപ്പിന്റെ ഫോൺ അവഗണിക്കാൻ മാത്രം എന്ത് അസൗകര്യമാണോ തനിക്കുള്ളത്? മെയ്യനങ്ങാതെയും കുനിഞ്ഞു കുപ്പെടുക്കാതെയും കിട്ടിയ ആ രാജീവിന്റെ കോടിക്കണക്കിന് പണം നിന്റെ എല്ലിന്റെ ഇടയിൽ കുത്തുന്നുണ്ടാവും. അതിന്റെ കുത്തിക്കഴപ്പാണെന്നേ ഞാൻ പറയൂ. എന്താ സാറേ ഇതൊക്കെ? എനിക്ക് നല്ല സങ്കടമുണ്ട് കേട്ടോ. സാർ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഈ കുറുപ്പ് ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരു കിഴങ്ങനാണെന്നുള്ളൊരു ധാരണ എപ്പോഴോ നിന്റെ തലച്ചോറിൽ കയറിപ്പറ്റി. എന്റെ മകൻ ജഗനോട് പല അഭിപ്രായ വ്യത്യാസങ്ങളും എനിക്കുണ്ടാവും. എന്നാലും ഞാൻ അവനെ സുരക്ഷിതമായി നിലനിർത്താൻ എന്ത് പരമപോകൃതനവും ഞാൻ കാണിക്കും. മനസ്സിലായോ നിനക്ക്? അവന്റെ ദേഹത്ത് ഒരു തുള്ളി മണ്ണ് വീഴാതിരിക്കാൻ ഈ കുറിപ്പ് ഏതറ്റം വരയ്ക്കും പോകും. അത്രമാത്രം ഞാൻ എന്റെ മകനെ സ്നേഹിക്കുന്നുണ്ടോ. വളരെ നല്ല കാര്യം. സാറിനെ സഹായിച്ചില്ല എന്ന പേരില് എന്നോട് ശത്രുതയൊന്നും തോന്നരുത്. നമുക്ക് ഒരുമിച്ച് തന്നെ നിൽക്കണം. അത് കൊള്ളാം. അതേ, കുറച്ച് നാളായി സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങിയിട്ട് ജഗനെ കുറ്റവിമുക്തനാക്കുന്ന സമാധാനത്തോടെ എനിക്കിന്ന് സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങണം. ശരിക്കും സാറിനെ എങ്ങനെ സഹായിക്കണം എന്ന ചിന്തയോടെ സാറിന്റെ ഒപ്പം എന്റെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുക. ഏതായാലും ആ ഭാരം ഒഴിഞ്ഞു കിട്ടിയല്ലോ, അതിന്റെ സമാധാനം എനിക്കുമുണ്ട്. സാറേ, നമുക്ക് വീണ്ടും കാണാം. കാണാം. ഇവിടെ കുത്തിയിരുന്ന് എന്നെ എന്തെങ്കിലുമൊക്കെ പ്രായിക്കൊണ്ടിരുന്നോ? ഇയാൾക്ക് എന്നോടെന്തോ ചൊരുക്കുണ്ട്. അതിന്റെ ചൊറിച്ചില് അതൊന്ന് തീർത്തെടുക്കണം. രാജീവിന്റെ അപകട മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ രാഗിയും തയ്യാറെടുക്കല്ലേ? ആ സ്ഥിതിക്ക് കുറുപ്പ് സ്വാധീനത്തിൽ ഉണ്ടാവണം. വിനുവിന്റെ കാര്യം വല്ലതും അറിഞ്ഞോ? വന്ദനയുടെ വിളി വന്നോ അമ്മ? ഇല്ല. ഏത് ആക്സിഡന്റ് കേസിലാണ് വിനുവേട്ടൻ അറസ്റ്റിലായതെന്ന് പോലീസും പറഞ്ഞില്ലല്ലോ. അതിന്റെ കാരണമായി എനിക്ക് മനസ്സിലാവാത്ത. ഞങ്ങൾക്ക് വയസ്സായില്ലേ, അധികാരവും പണവും ഒന്നും ഇല്ലാതെ കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന ഞങ്ങൾ പറഞ്ഞാലൊന്നും പോലീസുകാർ മൈൻഡ് ചെയ്യില്ല. അതിന് തണ്ടും തടിമിടുക്കുമുള്ള ആൺമക്കള് വേണം. ഞങ്ങൾക്കതില്ലല്ലോ. വിനുവിന്റെ കാര്യം അന്വേഷിക്കണമെന്ന് പ്രകാശേട്ടനോട് ഞാനും പറഞ്ഞതല്ലേ. ആക്സിഡന്റ് എന്താണെന്ന് അന്വേഷിച്ചു വരാൻ ഞാൻ ഇപ്പോഴും പ്രകാശേട്ടന്റെ കാല് പിടിച്ചതാ. പക്ഷെ കേട്ടില്ല. കാരണം സ്ത്രീധനം കിട്ടാതെ കെട്ടേണ്ടി വന്ന ഒരു ശാപം പിടിച്ച സാധുവായി പോയില്ലേ ഞാൻ. എനിക്ക് ജോലിയും ശമ്പളം ഉള്ളപ്പോ മനോജ് എന്റെ ചെലവിലായിരുന്നു. അന്ന് ഞാൻ പറയുന്നതൊക്കെ അവൻ അനുസരിക്കുകയും ചെയ്യുമായിരുന്നു. ഇന്ന് വരുമാനം ഇല്ലാതായപ്പോ മനോജും എന്നെ അനുസരിക്കുന്നില്ല.
വിനുവിന്റെ അവസ്ഥയെക്കുറിച്ചൊന്നും അറിഞ്ഞില്ലല്ലോ. ജഗനെയും വന്ദനയും ഒന്നും കാണാനുമില്ല. മോളെ, വിനുവിന്റെ കാര്യം എന്തായി? അവൻ ഏത് ആക്സിഡന്റിലാ പ്രതിയായിരിക്കുന്നത്? രാജുമേനോൻ സാർ മരിച്ച കാർ ആക്സിഡന്റില്. രാജീവ് സാറിനെ താനാണ് കാറടിച്ചു കൊന്നതെന്ന് ബിനുവേട്ടൻ കുറ്റം സമ്മതിച്ചിരിക്കുന്നു. ചോദ്യം ചെയ്യാനായി ജയിലിൽ നിന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടിട്ട് ഞങ്ങൾ വരുന്നത്. എന്തായി കേൾക്കുന്നത്? ഡ്രൈവിംഗ് അറിയാത്ത ഒരുത്തൻ ഒരാളെ കാറടിച്ചു കൊന്നെന്നോ? കാറ് പോയിട്ട് സൈക്കിൾ പോലും ചവിട്ടാൻ അറിയാത്ത പരമസാധുവിനെ എങ്ങനെ പ്രതിയാക്കാൻ കഴിയും? കുറ്റം ചെയ്തത് ഏതോ വമ്പൻ താപ്പാനെ ആയിരിക്കും.